നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിസ് ഓഫ് ലവ് പ്രോഗ്രാം പോലീസ് നിരീക്ഷണത്തിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സമർപ്പിച്ച ഹർജിയിലാണ് വിധി പ്രസ്താവം. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന്റെ 83ാം വാർഷികം. കെ മാധവന് DCCയുടെ ആദരം. CCN നടപ്പിലാക്കിയ സമ്മാന പദ്ധതിയിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. സെറ്റ് ടോപ്പ് ബോക്സിന്റെ പ്രചരണാർത്ഥമാണ് പദ്ധതി നടപ്പാക്കിയത്. ഭരണഭാഷാ വാരാഘോഷത്തിന് പടന്നക്കാട് തുടക്കമായി. മലയാളം ശ്രേഷ്ഠ ഭാഷാ ദിനാഘോഷവും നടന്നു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ RYF കാഞ്ഞങ്ങാട്ട് യുവ സദസ്സ് സംഘടിപ്പിച്ചു. പുല്ലൂർ പെരിയ ഇനി പ്ലാസ്റ്റിക് മാലിന്യരഹിതമാകും. ശുചിത്വ ക്യാമ്പയിന് അമ്പലത്തറയിൽ സമാപനം. ജൈവ കൃഷിരീതികൾ പകരുന്ന രാംദാസിന്റെ വീട് കാർഷിക പാഠശാലയായി. കൃഷി അറിവുകൾ തേടി കർഷകർ. വാർത്തകൾ വിശദമായി. കിസ് ഓഫ് ലവ് പ്രോഗ്രാം പോലീസ് നിരീക്ഷണത്തിലാക്കണമെന്ന് ഹൈക്കോടതി. ചുംബന കൂട്ടായ്മ തടയണമെന്നാവശ്യപ്പെട്ട് ശ്രീ സത്യസായി ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഈ വിധിയുണ്ടായത്. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് കെ മധുസൂദനൻ ഹൈക്കോടതി മുമ്പാകെ നൽകിയ ഹർജിയിലാണ് ഈ വിധി വന്നിരിക്കുന്നത്. മറൈൻ ഡ്രൈവിൽ നവംബർ 2-ാം തീയതി ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ യുവതി യുവാക്കളെ പരസ്യമായി കിസ് ചെയ്യാൻ ക്ഷണിച്ച് ആഹ്വാനം ചെയ്താണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പരസ്യമായി ചുംബനത്തിന് ആഹ്വാനം നൽകി അത് പ്രാവർത്തികമായാൽ ഇന്ത്യൻ പീനൽ കോഡ്, കേരള പോലീസ് ആക്ട് എന്നിവയിലെ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമാകുമെന്നും ഭാരതീയ സ്ത്രീ സങ്കല്പങ്ങൾക്കും ഭാരതീയ സംസ്കാരത്തിനും എതിരാണ് പ്രസ്തുത പരിപാടിയെന്നും കൂടാതെ ഇത് ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി പരിഗണിച്ച കോടതി ഗവൺമെന്റ് പ്ലീഡറോട് വിശദീകരണം ആവശ്യപ്പെട്ടു. പ്രോഗ്രാം നടത്തുന്ന സമയത്ത് പോലീസിന്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടാവണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AM ഷഫീഖ് എന്നിവരുടെ ഉത്തരവ്. കിസ് ഓഫ് ലവ് എന്നൊരു പ്രോഗ്രാം നടത്തുന്നു എന്ന് പറഞ്ഞുള്ള ഒരു അപേക്ഷ കൊച്ചി പോലീസ് കമ്മീഷന് മുമ്പാകെ അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭം വരികയാണെങ്കിൽ നമ്മുടെ ഒബ്സിൻ ഇപ്പോൾ ഇന്ത്യൻ IPC ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരവും കേരള പോലീസ് ആക്ട് പ്രകാരവും ഈ രീതിയിലുള്ള പരസ്യമായ ചുംബനങ്ങൾ ഒഫൻസീവായിട്ട് വരും. അങ്ങനെ ഒരു കാര്യം അവിടെ വരികയാണെങ്കിൽ അതിനെ പോലീസ് എന്ത് വില കൊടുത്തും തടയും എന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന അഭിഭാഷകൻ ബോധിപ്പിക്കുകയുണ്ടായി. അത് കേട്ട കോടതി പിന്നീട് പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായൊരു നിരീക്ഷണം ആ സ്ഥലത്ത് ഉണ്ടാവണം. പോലീസിൻ്റെ സാന്നിധ്യം ശക്തമായി അവിടെ ഉണ്ടാവണം. ഈ രീതിയിലുള്ള നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനം ആര് ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായാൽ ആ സമയത്ത് നിയമപരമായ നടപടി എടുക്കണമെന്ന് പ്രത്യേക ഡയറക്ഷനോട് കൂടിയാണ് ഹർജിയിൽ ഇന്നലെ തീർപ്പ് കൽപ്പിച്ചത്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മധുസൂദനൻ, അസൈനാർ ഹാജി, V രവീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് കെ മാധവന് DCCയുടെ ആദരം. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന്റെ 83ാം വാർഷിക ദിനം ശനിയാഴ്ച നടന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി കെ മാധവനാണ്. കെ മാധവനെ DCC ആദരിച്ചു. കെ മാധവന്റെ വീട്ടിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ പൊന്നാട അണിയിച്ചു. സത്യാഗ്രഹത്തിന്റെ 83ാം വാർഷിക ദിനമായ ഈ നവംബർ 1-ാം തീയതി ആ സമരത്തിൻ്റെ പ്രോജ്വലമായ പോരാട്ടങ്ങളിൽ നായകത്വം വഹിച്ചവരിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമര പോരാളികളിൽ ശക്തമായി പോരാട്ടം നടത്തി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച സമരേതിഹാസമായ കെ മാധവട്ടൻ്റെ കൂടെ ഇന്ന് ഇവിടെ വന്ന് മാധവട്ടനെ ആദരിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹ സമര സേനാനിയെ ആദരിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സാധിച്ച ഈ അപൂർവ സന്ദർഭം ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ്. 1931 നടന്ന സത്യാഗ്രഹ സമരത്തിൽ മന്നത്ത് പത്മനാഭനും സുബ്രഹ്മണ്യൻ തിരുമുമ്പ്,
SNDP നേതാവ് കുഞ്ഞികൃഷ്ണൻ എന്നിവർക്കൊപ്പമാണ് കെ മാധവനും സമരത്തിന് ഇറങ്ങിയത്. കെ മാധവനെ ആദരിക്കുന്ന ചടങ്ങിൽ DCC സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, DV ബാലകൃഷ്ണൻ, പത്മരാജൻ ഐങ്ങോത്ത്, M കുഞ്ഞികൃഷ്ണൻ, PV സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN നടപ്പിലാക്കിയ ഓണം പൊന്നോണം സമ്മാന പദ്ധതിയിൽ സമ്മാനം ലഭിച്ച വരിക്കാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. CCN കേബിൾ വരിക്കാർക്കായി നടപ്പിലാക്കിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളായവർക്കാണ് സമ്മാന വിതരണം നടത്തിയത്. സെറ്റോ ബോക്സ് ഘടിപ്പിച്ച വരിക്കാർക്കാണ് സമ്മാനം നൽകിയത്. ഒന്നാം സമ്മാനമായ സ്കൂട്ടി സാറ്റ്കോം കേബിൾ വിഷനിലെ ജാനുവിനും, രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ് ഹൈടെക് കേബിൾ വിഷനിലെ മുഹമ്മദ് അലി, പറശ്ശിനി കേബിൾ നെറ്റ്വർക്കിലെ വിനയ്, ശ്രീനെറ്റ് കേബിൾ വിഷനിലെ വിജയൻ എന്നിവർക്ക് ലഭിച്ചു. മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ സിറ്റി വിഷൻ കേബിൾ നെറ്റ്വർക്കിലെ മൻസൂർ, സ്റ്റാർ കേബിളിലെ ബാലകൃഷ്ണൻ, ക്ലാസിക് വിഷനിലെ MP രാഘവൻ എന്നിവർക്ക് ലഭിച്ചു. ഒന്നാം സമ്മാന വിതരണം KCCL ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ് നിർവഹിച്ചു. കേബിൾ TV സംരംഭകർ ജനങ്ങളുടെ ഏറ്റവും വലിയ വിനോദ ഉപാധി എന്ന് പറയുന്നത് ഇന്ന് TV-യിലൂടെയുള്ള വിനോദങ്ങൾ ആസ്വദിക്കുക എന്നതാണ്. ദൃശ്യമാധ്യമ രംഗത്തെ ചെലവ് കുറഞ്ഞ രീതിയിലേക്ക് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ കഴിഞ്ഞ 10-20 വർഷമായി കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 20 വർഷം മുമ്പ് കേരളത്തിലേക്ക് പ്രവേശിച്ച വൻകിട കമ്പനികൾ അന്ന് അവർ നൽകാൻ നോക്കിയ നിരക്കിൽ 20 വർഷം പിന്നിടുമ്പോഴും അതേ നിരക്കിൽ ഇന്ന് ആവശ്യമായ മുഴുവൻ ചാനലുകളും കേരളത്തിലെ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ കടമയാണ് ചെറുകിട കേബിൾ TV നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നും കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് അതിന്റെ ഉപഭോക്താക്കളുടെ ഒപ്പം നിന്ന പ്രസ്ഥാനമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കാസർകോട്ടെ കേബിൾ ഓപ്പറേറ്റർമാർ ആ പ്രവർത്തനം സംസ്ഥാനത്തിനൊട്ടാകെ മാതൃകയായ പ്രവർത്തനത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം സമ്മാന വിതരണം COA സംസ്ഥാന ട്രഷറർ M രാധാകൃഷ്ണൻ നിർവഹിച്ചു. മൂന്നാം സമ്മാന വിതരണം CCN MD TV മോഹനൻ നിർവഹിച്ചു. ചടങ്ങിൽ CCN ചെയർമാൻ NH അൻവർ അധ്യക്ഷനായി. COA ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര, COA ജില്ലാ സെക്രട്ടറി സതീഷ് പാക്കം, COA സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗം രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN വൈസ് ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും CCN ഡയറക്ടർ MR അജയൻ നന്ദിയും പറഞ്ഞു. മലയാളം ശ്രേഷ്ഠ ഭാഷാ ദിനാഘോഷവും ഭരണഭാഷാ വാരാഘോഷവും പടന്നക്കാട് കാർഷിക കോളേജിൽ നടന്നു. ആഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനമാണ് പടന്നക്കാട്ട് നടന്നത്. കേരള പിറവി ദിനം മലയാള ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിച്ചു. ഭരണഭാഷാ വാരാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന പരിപാടി E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചത് തന്നെ എത്രയോ കാലമാണ്. ഒരു നിയമമായി നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടെന്ന വസ്തുതയും നമ്മുടെ ലോക ചരിത്രത്തിലും. 1731 മാത്രമാണ് ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുന്നത്. അതുവരെ ലാറ്റിനും ഗ്രീക്കുമായിരുന്നു അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷകൾ. അതിനുവേണ്ടി അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ഔദ്യോഗിക ഭാഷ മലയാളത്തിൽ പഠിക്കാൻ നിർബന്ധിക്കുന്ന ഭാഷ നമ്മുടെ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥന്മാരും താഴെ തലം തൊട്ട് ഉയർന്ന തലം വരെയുള്ളവർ നമുക്ക് മനുഷ്യർക്ക് പരസ്പരം അറിയുന്ന ഭാഷയിൽ ഭരണം നടത്താനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തമായ മുന്നേറ്റം നടത്താൻ, ഒരു വാരാചരണത്തിൽ ഒതുങ്ങാത്ത അതിനപ്പുറത്തുള്ള ഒരു ആവേശത്തോടെ എല്ലാവരുടെയും ഒരു കുതിപ്പ് ഉണ്ടാകണം എന്ന്. ഭാഷയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ KV കുമാരൻ മാസ്റ്ററെയും VB കുളമാർച്ചയെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ അധ്യക്ഷനായി. VV പ്രഭാകരൻ, രാധാകൃഷ്ണൻ ഉയർത്തെടുക്കുക തുടങ്ങിയവർ സംസാരിച്ചു. അംബിക സുധൻ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. കാർഷിക കോളേജ് അസോസിയേറ്റ് ഡീൻ M ഗോവിന്ദൻ സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് സെമിനാറും നടന്നു. പുല്ലൂർ പെരിയ പ്ലാസ്റ്റിക് മാലിന്യരഹിതമാക്കാൻ തീരുമാനം. ശുചിത്വ ക്യാമ്പയിൻ സമാപിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ 40 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിനിയോഗിക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ചു. ശുചിത്വ ക്യാമ്പയിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് തീരുമാനമുണ്ടായത്. അമ്പലത്തറയിൽ ശുചിത്വ ക്യാമ്പയിന്റെ സമാപനം നടന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാനും തീരുമാനമായി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ ഇന്നുവരെ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി പുല്ലൂർ പെരിയ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള
വിവിധ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള ഒരു സമാപന ചടങ്ങാണ് ഇന്നിവിടെ നടത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 2 പെരിയ CHCയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സമാപനം എന്ന രീതിയിൽ ഈ പ്രവർത്തനം നടത്തുന്ന സമയത്ത് പുല്ലൂർപെരിയ പഞ്ചായത്തിനകത്ത് തന്നെ പ്ലാസ്റ്റിക് സംഭരിച്ച് ശേഖരിച്ച് കൈമാറുന്ന ഒരു പദ്ധതിക്ക് കൂടി നമ്മൾ തുടക്കമിട്ടിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിമല കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കരിയൻ, M കല്യാണി, N പ്രേമസുധ, AV നാരായണൻ, P രാജേശ്വരി, P മഹമ്മൂദ് ഹാജി, MV പത്മനാഭൻ, ജയരാജൻ കണ്ണോത്ത്, N പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്ത്രീകളുടെ ബൈക്ക് റാലി ശ്രദ്ധേയമായി. കുമ്പളയിലെ CPM പ്രവർത്തകൻ മുരളിയെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയടക്കം 3 പേർ കൂടി പിടിയിലായി. കർണാടക പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കേസിലെ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന അനന്തപുരത്തെ ശരത്ത്, കുതിരപ്പാടിയിലെ ദിനേശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഡ്രൈവർ കൂടലിലെ ഗണേഷിനെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ മംഗലാപുരത്ത് നിന്നാണ് പ്രതികൾ അറസ്റ്റിലായത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഉടൻ കണ്ടെത്തുമെന്ന് കാസർഗോഡ് DYSP TP രഞ്ജിത്ത് പറഞ്ഞു. കേസിലെ മറ്റു പ്രതികളായ കുതിരപ്പാടിയിലെ ഭരതരാജ്, ധർമ്മത്തടുക്കയിലെ മിഥുൻ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് കുമ്പള സുരമ്പയിൽ വെച്ചാണ് മുരളിയെ കുത്തി കൊലപ്പെടുത്തിയത്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച മുഴുവൻ ആളുകളെക്കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അവർ ഉടൻ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു. കുമ്പളയിലെ CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ നീക്കം നടത്തുന്നതായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ MP ആരോപിച്ചു. കാസർകോട്ട് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മുരളിയുടേത് BJP RSS നേതൃത്വം നടത്തിയ ആസൂത്രിത കൊലപാതകമാണ്. പട്ടാപ്പകൽ നടന്ന നിഷ്ഠൂരമായ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന നിലയിൽ ചില BJP നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ ദുരൂഹമാണ്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് മുരളിയെ കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തുകയാണ്. കേസ് അട്ടിമറിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് ഇത് സഹായകരമാവും. കേസിന്റെ മേൽനോട്ടത്തിൽ നിന്നും DYSPയെ മാറ്റി നിർത്തണം. രാഷ്ട്രീയ നിറം നോക്കി കേസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇരട്ട നീതിയാണ് നടപ്പിലാക്കുന്നത്. മുരളി വധത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണം. ഈ ആവശ്യം ഈ മാസം 4-ന് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരെ നേരിട്ട് കണ്ട് ഉന്നയിക്കും. BJP RSS നേതൃത്വം നടത്തുന്ന അക്രമത്തിനെതിരെ ബഹുജന മനസാക്ഷി ഉണർത്തുന്നതിനായി ഈ മാസം 3-ന് കുമ്പളയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. തുടർന്ന് 4, 5, 6 തീയതികളിൽ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. കേസ് അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും P കരുണാകരൻ MP പറഞ്ഞു. ഇവിടെ നടന്ന ഈ പട്ടാപ്പകൽ നടന്ന നിഷ്ഠൂരമായ കൊലപാതകത്തെ സംബന്ധിച്ച് ഒരു ഉന്നത അന്വേഷണ സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിൽ ഉന്നത തലത്തിൽ മേൽത്തട്ടിൽ നിന്ന് തന്നെയുള്ള ആസൂത്രണവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്. അത് നടന്നു എന്നത് മാത്രമല്ല, പിന്നീട് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ നടത്തിയ പരാമർശം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. 4-ാം തീയതി മുഖ്യമന്ത്രി കാണുന്നുണ്ട്, ആഭ്യന്തരമന്ത്രിയെ കാണുന്നുണ്ട്. അവരോട് വിമർശനമുള്ള സമയത്ത് തന്നെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഈ അന്വേഷണം ഊർജിതപ്പെടുത്താനും അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുമുള്ള ശക്തമായ ആവശ്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെക്കും. അതുപോലെ തന്നെ സഖാവ് മുരളിയുടെ കുടുംബാംഗങ്ങൾ തന്നെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് നിവേദനം നൽകുകയും ചെയ്യും. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, AK നാരായണൻ, CH കുഞ്ഞമ്പു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജൈവ കൃഷിയിലൂടെ ശ്രദ്ധേയനായ പുതുക്കൈ രാംദാസിന്റെ വീട് കൃഷി പാഠശാലയായി. സ്വന്തം ജീവിതം കാർഷിക വൃത്തിക്കായി സമർപ്പിച്ച രാംദാസിന്റെ പുതുക്കൈ മഠം കാർഷിക അറിവുകളുടെ കേദാരമാണ്. പുതുക്കൈ മഠത്തിലെ സുശീലാമ്മയും മകൻ രാംദാസും വീട്ടുവളപ്പിൽ സമൃദ്ധമായ ഔഷധ കൃഷിത്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളിൽ വാതരോഗത്തിനുള്ള ചങ്ങലച്ചുരണ്ട, വാദം കൊല്ലി, വാദപ്പോള തുടങ്ങിയവയും രാമച്ചം, കരിനച്ചി, എരിക്ക്, കറ്റാർവാഴ, സോമലത, ഇരുവേലി, സർപ്പഗന്ധി, മഞ്ഞൾ, നീർക്കിഴങ്ങ്, കച്ചോലം, ഓരില, മുകില തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത ഔഷധ സസ്യങ്ങളും ഉണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിലെ ഈ വൈദ്യന്റെ കുറേശ്ശെ അറിയും. അപ്പൊ പിന്നെ പല പിന്നെ പെട്ടെന്നില്ല ഈ മരുന്ന് വയറൊക്കെ മരുന്നെല്ലാം പിന്നെ ഇതെല്ലാം മുഞ്ചച്ചപ്പി അതെല്ലാം കൂടെ കുറേ മരുന്നെല്ലാം അറിയും. അപ്പൊ അതിനെക്കൊണ്ട് പണ്ടുകൊണ്ടേ പാരമ്പര്യമായിട്ടുണ്ട് കുറേശ്ശ. കാർഷിക ഗവേഷണ രംഗത്ത് ഏറെ ശ്രദ്ധേയനായ രാംദാസ് ഇപ്പോൾ ജൈവമണ്ണ് ഉണ്ടാക്കുന്നതിന്റെ പണിപ്പുരയിലാണ്. ഹണിപ്പതിയിലും രാംദാസ് ഏറെ പരീക്ഷണങ്ങൾ നടത്തി വരുന്നുണ്ട്.
കൃഷിപാഠശാലയിൽ ഔഷധ സസ്യ പ്രദർശനം, ജൈവമണ്ണ് നിർമ്മാണം, വൃക്ഷത്തൈകൾ തയ്യാറാക്കൽ, ഹണിപ്പതി നിർമ്മാണം തുടങ്ങിയവയും നടന്നു. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരാണ് ക്ലാസ്സിലെത്തിയത്. വിലക്കയറ്റത്തെ ചെറുക്കാൻ വീട്ടുമുറ്റത്ത് പച്ചക്കറിത്തോട്ടമൊരുക്കാൻ NGO യൂണിയൻ പ്രവർത്തകർ രംഗത്തിറങ്ങി. NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ വിത്ത് വിതരണവും പരിശീലന ക്ലാസും നടന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരുകൾ പരാജയപ്പെടുമ്പോൾ വീട്ടുമുറ്റത്ത് പച്ചക്കറിത്തോട്ടമുണ്ടാക്കി പ്രായോഗിക രംഗത്തേക്ക് ഇറങ്ങുകയാണ് NGO യൂണിയന്റെ വനിതാ സബ് കമ്മിറ്റിയുടെ പ്രവർത്തകർ. സമരത്തോടൊപ്പം തന്നെ വിഷരഹിതമായ പച്ചക്കറിയും കേരളത്തിന്റെ വീട്ടുമുറ്റങ്ങളിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി പരിപാടിക്ക് പിന്നിലുണ്ട്. NGO യൂണിയൻ പ്രവർത്തകർക്കുള്ള പച്ചക്കറി വിത്ത് വിതരണം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണൻ വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു. AV റീന അധ്യക്ഷയായി. TP ഉഷ, V. ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S. സുനിൽകുമാർ ക്ലാസ് എടുത്തു. VP സിന്ധു സ്വാഗതം പറഞ്ഞു. അന്ധവിശ്വാസ ചൂഷണ നിരോധന നിയമത്തിനായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങി. മുഖ്യമന്ത്രിക്കുള്ള നിവേദനം E. ചന്ദ്രശേഖരൻ MLAക്ക് കൈമാറി. അന്ധവിശ്വാസ ചൂഷണ നിരോധന നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സജീവമായി. നിയമം പ്രാബല്യത്തിൽ വരുത്തണമെന്നാവശ്യപ്പെട്ട് ശേഖരിച്ച ഒപ്പുകൾ E. ചന്ദ്രശേഖരൻ MLAക്ക് കൈമാറി. ഒപ്പുശേഖരണം കൈമാറുന്ന ചടങ്ങിൽ പ്രൊഫസർ M. ഗോപാലൻ അധ്യക്ഷനായി. ശാസ്ത്രാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം AM ബാലകൃഷ്ണൻ, VV പ്രസന്നകുമാരി, M. രമേശൻ, VS ബാബു, PU ചന്ദ്രശേഖരൻ, P. മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. PV പ്രദീപ് സ്വാഗതം പറഞ്ഞു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ ജില്ലാ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട്ട് തുറന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ ജില്ലാ ആസ്ഥാന മന്ദിരമായ വിമുക്ത ഭടഭവൻ കണ്ണൂർ സ്റ്റേഷൻ കമാൻഡർ യുദ്ധവീർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. उससे मेरे को और भी काम करने का जो मेरा तरीका होगा अभी वो और तेज और अच्छा हो जाए. It's indeed a privilege for me to be with all of you. आज का ये विमुक्ता बड़ा भवन जो आज इनॉग्रेट हुआ है, इसका बहुत बड़ा एक मायना है. वो मायना क्या है? अक्सर कहा जाता है, नर्सरी क्लास में भी पढ़ाया जाता है वो बात, यूनाइटेड वी स्टैंड एंड डिवाइडेड वी फॉल. अगर हम इकट्ठे हैं, हमारी कोई भी जो प्रॉब्लम होगी, समस्या होगी, चाहे वो घर की है, चाहे वो लीग की समस्या होगी, उसको हल करने में हमारी जो सबकी सामूहिक एनर्जी लगेगी, उसे एकदम वो अच्छे तरीके से हल हो जाएगी. സ്ക്വാഡ്രൺ ലീഡർ നാരായണൻ നായർ അധ്യക്ഷനായി. സബ് കളക്ടർ K. ജീവൻ ബാബു, വർഗീസ് കാപ്പിൽ, KV വാസുദേവൻ, റിട്ടയർഡ് ക്യാപ്റ്റൻ വിജയൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് ശ്രദ്ധേയമായി. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെയും പൊയ്നാച്ചി സെഞ്ചുറി ദന്തൽ കോളേജിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പെരിയ കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. 168 പേരെ പരിശോധന നടത്തിയതിൽ 76 പേരെ പാസ്മിയർ പരിശോധനയ്ക്കായി തെരഞ്ഞെടുത്തു. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയിലെ ഡോക്ടർ നിതീഷ്, ഡോക്ടർ അഭിലാഷ് എന്നിവർ ക്ലാസ് എടുത്തു. പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയത്. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. പെരിയ എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ബാധിതമായ ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഇവിടെ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ക്യാൻസർ രോഗികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗങ്ങളുടെ എണ്ണം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്യാൻസർ രോഗികളെ എത്രയും നേരത്തെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് തന്നെ എത്രയും കാര്യങ്ങൾ ചികിത്സയിലുള്ള ചെലവുകളും ബാക്കി കാര്യങ്ങളൊക്കെ ലഘൂകരിക്കാൻ വേണ്ടി ഈ ക്യാമ്പുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കും. പൊയ്നാച്ചി സെഞ്ചുറി ദന്തൽ കോളേജിന്റെ സഹകരണത്തോടെ വായ്ക്കകത്തെ ക്യാൻസർ പരിശോധന, ദന്തപരിശോധന, പല്ല് നീക്കം ചെയ്യൽ തുടങ്ങിയവയും നടന്നു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ RYFന്റെ നേതൃത്വത്തിൽ യുവ സദസ്സ് സംഘടിപ്പിച്ചു. നോർത്ത് കോട്ടച്ചേരിയിലാണ് പരിപാടി നടന്നത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരണ കൂട്ടായ്മ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് RYF യുവ സദസ്സ് സംഘടിപ്പിച്ചത്. നോർത്ത് കോട്ടച്ചേരിയിൽ വെച്ച് നടന്ന യുവ സദസ്സ് RYF സംസ്ഥാന പ്രസിഡന്റ് പൂവച്ചൽ നാസർ ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങൾ
ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ എടുത്തുകൊണ്ട് സമരത്തിന് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ കുറേ കാലമായി നാം കണ്ടുവരുന്ന അക്രമ രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അരും കൊലയും ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ലാക്കാക്കിക്കൊണ്ട് ഒരു പ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. RYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CA കരീം ചന്ദേര അധ്യക്ഷനായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. RSP ജില്ലാ സെക്രട്ടറി PC രാജേന്ദ്രൻ, ഹരീഷ് B നമ്പ്യാർ, PV മൈക്കിൾ, AV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. RYF ജില്ലാ സെക്രട്ടറി N വിജയൻ സ്വാഗതവും MK ഷഫീഖ് നന്ദിയും പറഞ്ഞു. നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബദിയടുക്കയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. സർക്കാർ പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജുകൾ മറ്റു ജില്ലകളിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കാസർഗോഡ് അത് തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സൈബർ പോരാട്ടവും ഒപ്പുമതിലും സജീവമായിട്ടുണ്ട്. ബദിയടുക്ക ഗുരുസദനത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ എൻഡോസൾഫാൻ സമരനായിക ലീലാകുമാരി അമ്മ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നല്ല മനുഷ്യരെ വേണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആരോഗ്യമുള്ള മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കണം. പണ്ട് മരുന്നാണെന്ന് പറഞ്ഞ് വിഷം തളിച്ച് നമ്മുടെ നാടിനെ കൂടെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ഈ കേരളത്തിൽ എടുക്കും പലതും മാറി മാറി ഭരിച്ചിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ എങ്കിൽ അതിന്റെ എല്ലാം പിന്നിൽ എല്ലാവർക്കും വേണ്ടത് പണസമാഹരണമാണ്. എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? ഞാൻ എന്നുള്ള ഒറ്റ ചിന്തയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തറക്കല്ല് പട്ടിക്ക് മൂത്രമൊഴിക്കാനുള്ളതല്ലെന്നും മെഡിക്കൽ കോളേജ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ചടങ്ങിൽ സംസാരിച്ച എന്നെ നെല്ലിക്കുന്നി MLA പറഞ്ഞു. ചടങ്ങിൽ സമരസമിതി ചെയർമാൻ മാഹിൻ കേലോട്ട് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ജയറാം, എൻഡോസൾഫാൻ സമരസമിതി ചെയർമാൻ KB മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. മടിക്കൈ കുഞ്ഞിക്കണ്ണന്റെ 22ാം ചരമവാർഷിക ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. CPI കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. വടക്കേ മലബാറിൽ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മടിക്കൈ കുഞ്ഞിക്കണ്ണന്റെ 22ാം ചരമവാർഷിക ദിനാചരണമാണ് കാഞ്ഞങ്ങാട്ട് നടന്നത്. CPI കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഓസ്തുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നാടുവാഴിത്തവും ജന്മിത്വവും പൂർണ്ണമായ അർത്ഥത്തിൽ ചരിത്രത്തിൽ മാത്രം രേഖപ്പെടുത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 40കളിലെ 50കളിലെ 60കളിലെ ജന്മിത്വത്തിനെതിരായ സാമ്രാജ്യത്വത്തിനെതിരായ സമരത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതൃനിര നടത്തിയ പോരാട്ടമാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം, അല്ലെങ്കിൽ അതിന് വഴിവെച്ചത്. വത്സൻ പിലിക്കോട് പ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യം ഒരു പ്രാദേശിക വായന എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടന്നത്. ബംഗളം P കുഞ്ഞികൃഷ്ണൻ, PA നായർ, M നാരായണൻ, A ദാമോദരൻ, V കൃഷ്ണൻ എരിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടങ്ങൾ കുറയണമെങ്കിൽ പൊതുജനങ്ങളും വാഹനം ഓടിക്കുന്നവരും ഇതേക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ടെന്ന് ഹൊസ്തുർഗ് DYSP ഹരിശ്ചന്ദ്ര നായിക് പറഞ്ഞു. നിയമം കൊണ്ട് മാത്രം അപകടങ്ങൾ തടയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ദുഃഖിക്കുകയും പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാതിരിക്കുകയുമാണ് നമ്മുടെ സ്വഭാവമെന്ന് ഹരിചന്ദ്ര നായക് പറഞ്ഞു. പടന്നക്കാട് ലയൺസ് ക്ലബ്ബും നെഹ്റു കോളേജ് NCC യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വർഷത്തിൽ 14 ലക്ഷം പേർ മരിക്കുന്നു. 14 ലക്ഷം പേർ റോഡിൽ വീണ് കിടക്കുന്നു, ആക്സിഡന്റ് വരുന്നു. അതിൽ 500 ലക്ഷം ആൾക്കാർ അവശരായി ഇന്നും കിടക്കുന്നു ഒരു കൊല്ലത്തിൽ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോ 6 മിനിറ്റിൽ ഒരാളുടെ ജീവൻ റോഡ് അപകടത്തിൽ. ഡോക്ടർ A മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഡാൻഡിസ് തോമസ്, നന്ദകുമാർ കോറോത്ത്, A സുരേഷ് കുമാർ, അനിത, ഫിലിപ്പ് മാമ്പള്ളി, ബാലകൃഷ്ണൻ P എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിസ് ഓഫ് ലവ് പ്രോഗ്രാം പോലീസ് നിരീക്ഷണത്തിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സമർപ്പിച്ച ഹർജിയിലാണ് വിധി പ്രസ്താവം.
ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന്റെ 83ാം വാർഷികം കെ മാധവന് DCCയുടെ ആദരം. CCN നടപ്പിലാക്കിയ സമ്മാന പദ്ധതിയിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. സെറ്റ് ടോപ്പ് ബോക്സിന്റെ പ്രചരണാർത്ഥമാണ് പദ്ധതി നടപ്പാക്കിയത്. ഭരണഭാഷാ വാരാഘോഷത്തിന് പടന്നക്കാട് തുടക്കമായി. മലയാളം ശ്രേഷ്ഠ ഭാഷാ ദിനാഘോഷവും നടന്നു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ RYF കാഞ്ഞങ്ങാട്ട് യുവ സദസ്സ് സംഘടിപ്പിച്ചു. പുല്ലൂർ പെരിയ ഇനി പ്ലാസ്റ്റിക് മാലിന്യരഹിതമാകും. ശുചിത്വ ക്യാമ്പയിന് അമ്പലത്തറയിൽ സമാപനം. ജൈവ കൃഷിരീതികൾ പകരുന്ന രാംദാസിന്റെ വീട് കാർഷിക പാഠശാലയായി. കൃഷി അറിവുകൾ തേടി കർഷകർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.